ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഓണം എക്സാം വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഓണം എക്സാമിൻ്റെ വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ഒരു ആക്ടിവിറ്റി നോക്കി നോക്കാം. ഇൻ ദ ഫിഗർ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഈക്വൽ പാർട്സ്. അപ്പോൾ എന്താണ്, ഒരു സർക്കിൾ എടുത്തിട്ട് അത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, ഈക്വൽ പാർട്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വിച്ച് ഈസ് ഷെയ്ഡഡ്. അപ്പോൾ ഇതിൽ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ എന്താണ്, ടോട്ടൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 തന്നെ ഉണ്ട്. അപ്പോൾ ആ 6 ഏറ്റവും വലുത് 6 ആണ്, നമ്മൾ അടിയിൽ എഴുതണം. ദെൻ മേലെ എത്ര, ഷെയ്ഡഡ് പോർഷൻ എത്രയാണ്? 1 2 3 ആണ്. അപ്പോൾ എത്രയാണ്? 3/6 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അത് ചെറുതാക്കി നമുക്ക് 1/2 എന്നും എഴുതാം. ഓക്കെ, ഇനി എന്താ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ PQS? അപ്പോൾ ഇതിൻ്റെ PQSൻ്റെ മെഷർ എന്താണ്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഫുള്ളും എത്രയാണ്? ഒരു സർക്കിളിൻ്റെ ചുറ്റും ആംഗിൾ എത്ര? 360 ഡിഗ്രിയാണ് ഇത് ചുറ്റുമെന്ന് പറഞ്ഞാൽ. ആ സർക്കിളിൽ നമ്മൾ എത്രയായി കട്ട് ചെയ്ത്? 6 ഈക്വൽ പാർട്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ 16 ആയിരിക്കും ഒരു പോർഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PQS എന്ന് പറഞ്ഞാൽ എന്താണ്? PQTയും പ്ലസ് TQSും രണ്ട് പോർഷനാണ്. അതായത് 2 × 60. 2 × 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120. ഓക്കെ, ഇനി എന്താ, ഹൗ മെനി പാർട്സ് ഓഫ് PQS ഈസ് PQT? അപ്പോൾ എന്താണ്, PQSൻ്റെ എത്ര പോർഷനാണ് PQT? എന്താണ് PQS? 2 PQT ചേർന്നാലാണ് PQS ആവുക. അപ്പോൾ എത്രയാണ്? PQSൻ്റെ 1/2 പോർഷനാണ് ആര്? PQT. ഓക്കെ, ഇനി എന്താ, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഷെയ്ഡ് 1/8 ഓഫ് ഇറ്റ്. അപ്പോൾ എന്താണ്, ഇനി നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 3 cm ആയിരിക്കണം. എന്നിട്ട് അതിൻ്റെ 1/8 ഷെയ്ഡ് ചെയ്യണം. 1/8 ഷെയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ ആംഗിളും എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് 45 ആയിരിക്കും. 45 ആയിട്ട് ഓരോ ആംഗിളും നമ്മൾ വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക? അതിലത്തെ ഒരു പോർഷൻ നമുക്ക് ഷെയ്ഡ് ചെയ്താൽ നമുക്ക് സർക്കിളിൻ്റെ 1/8 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ പിക്ചർ ആസ് ഗിവൺ ബിലോ ഇൻ ദ സെയിം മെഷർമെൻറ്റ്. അപ്പോൾ താഴെയുള്ള ഫിഗർ അതേ മെഷർമെൻറ്റിൽ വരയ്ക്കാനാണ്. അപ്പോൾ നമ്മൾ കോമ്പസിൽ 3 cm എടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സർക്കിൾ വരച്ചിട്ട് കോമ്പസിൽ സർക്കിൾ വരച്ചിട്ട് പൊട്ടാറ്ററിൽ 60 ഡിഗ്രി വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോയിട്ട് ലൈൻസൊക്കെ ജോയിൻ ചെയ്തിട്ട് ഈ ഫിഗർ വരയ്ക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഫിഗറാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി എന്താ, റൈറ്റ് ഡൗൺ ദ മെഷർ ഓഫ് ദ ആംഗിൾ APB. APBയുടെ മെഷറാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് CPD എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പോൾ അതൊരു എന്താണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇതിലത്തെ എല്ലാ ട്രയാങ്കിൾസും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ APBയും എന്തായിരിക്കും? ആംഗിൾ APB എന്ന് പറയുന്നതും 60 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി എന്താ, റൈറ്റ് ഡൗൺ ദ ലെങ്ത് ഓഫ് AB. ABയുടെ ലെങ്ത് എഴുതാണ്. നമുക്കറിയാം PC എന്ന് പറയുന്നത് 3 cm ആണ്. PFും എന്താണ്? 3 cm ആണ്. അങ്ങനെയാണെങ്കിൽ AB എന്തായിരിക്കും? ABയും 3 cm ആയിരിക്കും. ഇനി ആക്ടിവിറ്റി 4 എന്താ, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ ക്ലോക്ക് ആസ് ഷോൺ ബിലോ. ഒരു ക്ലോക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ഇൻ ദ പിക്ചർ? അപ്പോൾ എന്താണ്, ഇതിൽ 3 മണിയാണ്. ഇപ്പോൾ ഉള്ള ആംഗിൾ എത്രയാണ്? അപ്പോൾ കുത്തിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ എന്തായിരിക്കും? അത് തീർച്ചയായിട്ടും 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് ചെയ്തിട്ടും കണ്ടുപിടിക്കാവുന്നതാണ്. ഇതാണ് സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തത്
പറയുന്നത് എന്താ? വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് അറ്റ് 5 o'clock? അപ്പോൾ എന്താ 5 o'clock ആയിരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആംഗിൾ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കറിയാം ഒരു സർക്കിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ് ഒരു സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? അതിൽ എത്ര പാർട്സ് ഉണ്ട്? 12 ഭാഗങ്ങളുണ്ടല്ലേ. ആ 12 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ 12 മുതൽ 1 വരെ ആ ചെറിയ കമ്പാർട്ട്മെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടണം. 12 ചെയ്യണം. അപ്പോൾ 360നെ 12 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 30 കിട്ടും. അപ്പോൾ അത് ഓരോ ഹവർ എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 30 ഓക്കെ. ഇപ്പോൾ നമുക്ക് ഓരോന്നും 30 കിട്ടി. ഇനി 5 മണിയാവുമ്പോൾ ചെറിയ സൂചി 5-ലും വലിയ സൂചി 12-ലും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എത്ര ഉണ്ട്? 12ൻ്റെയും 1ൻ്റെയും ഇടയിൽ 1, 2, 3, 4, 5 എണ്ണമുണ്ട്. എത്രയാണ്? 5 എണ്ണം. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് 30 നമുക്ക് കിട്ടി. അപ്പോൾ ആ 30നെ നമ്മൾ 5 ഇൻറ്റു ചെയ്യുക. അപ്പോൾ 30 ഇൻറ്റു 5 ചെയ്താൽ 150 കിട്ടും. അപ്പോൾ 5 മണിയാവുമ്പോൾ അവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 150 ആണ്. ഇനി നെക്സ്റ്റ് എന്താ? ഹൗ മച്ച് ഡിഗ്രി ഡു ദ ഹവർ ഹാൻഡ് റൊട്ടേറ്റ് ഇൻ 1 hour? വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദിസ് ആംഗിൾ? How much degree do the hour hand rotate in 1 hour? അപ്പോൾ ഒരു 1 hourൽ ഹവർ ഹാൻഡ് എത്ര ദൂരം എത്ര ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കും? ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താണ്? ഒരു അവറിൽ 30 ഡിഗ്രി ഉണ്ടാക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 30 ഡിഗ്രിയാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ? ഹൈറ്റ് ഓഫ് 7 മെമ്പേഴ്സ് ഓഫ് കബഡി ടീം ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ എന്താണ്? കബഡി ടീമിൻ്റെ 7 ആൾക്കാരുടെ ഹൈറ്റ് സെൻറ്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. നെയിം എന്തൊക്കെയാണ്? അഞ്ജന, രമ്യ, ഡെയ്സി, ഫാത്തിമ, ബേബി, ലൂണ, ഐമ. അങ്ങനെ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 പേര് കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ആവറേജ് ഹൈറ്റ്. അപ്പോൾ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്നതൊക്കെ കൂട്ടിയിട്ട് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 162 + 154 + 157 + 159 + 169 + 151 + 167 ചെയ്യുക. അതിനെന്ത് ചെയ്യണം? അതിനെ നമ്മൾ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇതെല്ലാം പാടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1113 എന്ന് കിട്ടും. 1113 കിട്ടും. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? അത് 7 വെച്ചിട്ട്, 7 ആൾക്കാരാണുള്ളത്. അപ്പം നമ്മൾ 7 വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 159 159 എന്ന് കിട്ടും. ഇനി എന്താ? a new person റുക്സ came into the team instead of ഫാത്തിമ. അപ്പോൾ എന്താണ് ഇവിടെ? ഫാത്തിമയ്ക്ക് പകരം ആര് വന്നു? റുക്സ വന്നു. ന്യൂ ആവറേജ് ഹൈറ്റ് ഓഫ് ദ ടീം എന്ന് പറയുന്നത് ന്യൂ ആവറേജ്. അപ്പോൾ ഈ ഫാത്തിമ പോയിട്ട് റുക്സ വന്നപ്പോൾ ഉള്ള പുതിയ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 160 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും റുക്സയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ അറിയാത്തത് റുക്സയുടെ ഹൈറ്റാണ്. റുക്സ വന്നത് ഫാത്തിമയ്ക്ക് പകരമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ റുക്സ ഫാത്തിമ എന്നുള്ള ആ നമ്പറിൻ്റെ അവിടെ റുക്സയുടെ നമ്പർ എഴുതണം. റുക്സയുടെ നമ്പർ നമുക്കറിയില്ല, ഹൈറ്റ് നമുക്കറിയില്ല. അറിയാത്ത ക്വാണ്ടിറ്റി നമ്മൾ എക്സ് വെച്ച് ഡിനോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ് എന്നെടുക്കാം. അപ്പോൾ അഞ്ജന 162 + 154 + 157 + ഫാത്തിമയ്ക്ക് പകരം നമ്മൾ എന്താണ്? റുക്സനെ വെച്ചു. റുക്സനെ നമുക്കറിയില്ല. റുക്സനെ നമ്മൾ എക്സ് എന്ന് വെച്ച് ഡിനോട്ട് ചെയ്തു. എക്സ് + 163 + 151 + 167 ഡിവൈഡഡ് ബൈ എത്ര ആൾക്കാരുണ്ട്? 7 ആൾക്കാർ. വിച്ച് ഈസ് ഈക്വൽ ടു സം എന്ന് പറയുന്നത് എത്രയാണ്? ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത്
160 അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 160 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ അറിയാത്ത ക്വാണ്ടിറ്റി ആയിട്ടുള്ള എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി എല്ലാതും 162 പ്ലസ് 154 പ്ലസ് 157 പ്ലസ് 163 പ്ലസ് 151 പ്ലസ് 167 ചെയ്യുക. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 954 എന്ന് കിട്ടും. 954 ഡിവൈഡഡ് ബൈ 7 വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ആവറേജ് ഹൈറ്റ് ആണ്. ആവറേജ് ഹൈറ്റ് 160 എന്ന് തന്നിട്ടുണ്ട്. 954 മാത്രമല്ല, അവിടെ എന്താണ് 954 പ്ലസ് എക്സും കൂടി ഉണ്ട്. റുക്സയുടെ ഹൈറ്റ് ആയിട്ടുള്ള എക്സും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? 160 കിട്ടുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 7ൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ 954 പ്ലസ് എക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 160 ഇൻറ്റു അപ്പുറത്ത് ഡിവൈഡ് ആണ്, ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. 160 ഇൻറ്റു 7. ഓക്കെ, അപ്പോൾ നമുക്ക് 160 ഇൻറ്റു 7 ചെയ്താൽ 1120 എന്ന് കിട്ടും. അതായത് 954 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1120. ഇനി എക്സ് അവിടെ എക്സിൻ്റെ വാല്യൂ ആയ റുക്സയുടെ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് അവിടെ നിർത്തി ബാക്കി 954 നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 1120 മൈനസ് 954 ചെയ്താൽ നമുക്ക് റുക്സയുടെ ഹൈറ്റ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ കിട്ടും. 166 ആണ് റുക്സയുടെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.